മല്ലു ട്രാവലറിൻ്റെ റീസെൻറ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കുറേ പേര് എനിക്കിത് ഷെയർ ചെയ്ത് തന്നു. വാട്ട് ഹാപ്പൻ ടു മല്ലു ട്രാവലർ ബ്രോ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ, നിങ്ങൾ മല്ലുവിൻ്റെ സുഹൃത്തല്ലേ, അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോസിൻ്റെ ഒക്കെ കോമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി, ചില ആളുകളൊക്കെ ആക്രോശമാണ്. എല്ലാത്തിലും വീഡിയോ ചെയ്യുന്നത് നീ എന്തുകൊണ്ടാ മല്ലു ട്രാവലറിൻ്റെ വിഷയത്തിൽ വീഡിയോ ചെയ്യാത്തത്, മല്ലു ട്രാവലർ അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വേറെ കുറേ സൈഡ്. ഓക്കെ, മല്ലു ട്രാവലർ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് പേഴ്സണലി അറിയുന്ന എൻ്റെ സുഹൃത്താണ്. മല്ലു ട്രാവലറിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യമാണ്. ഫൈൻ. മല്ലു ട്രാവലർ ഇങ്ങനൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഞാനും ഇങ്ങനൊരു വിഷയമുണ്ട് അറിയുന്നത്. ഞാൻ അപ്പം തന്നെ മല്ലുവിനെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാൻ നോക്കി. എനിക്ക് ഫോണിൽ കണക്ട് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിച്ച സമയത്ത്, ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട സമയത്ത് വിത്തിൻ ഫ്യൂ അവേഴ്സ് മല്ലു എനിക്ക് റിപ്ലൈ തന്നു. ബ്രോ, എനിക്ക് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതിന് സമയം വേണം, റിക്കവറി സമയം വേണം, ട്രീറ്റ്മെൻറ്റിലാണ്. സോ ഇറ്റ് ടേക്സ് ടൈം. ഞാനിപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, തിരിച്ചൊരു സപ്പോർട്ട്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഫൈൻ, കൂൾ, അവിടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഞാനും മല്ലു ഉണ്ടായ ആ ഒരു കോൺവെർസേഷൻ. അത് ഈ പോസ്റ്റ് വന്ന ദിവസം തന്നെയാണ്. അതിൽ കൂടുതൽ ഒന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല, മല്ലു ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചോദിക്കാൻ പാടില്ല, അതൊരു റെസ്പെക്റ്റാണ്. നമ്മൾ എന്താ പറയുക, നമ്മളുടെ ആ ഒരു റിലേഷൻ കൊടുക്കുന്ന റെസ്പെക്റ്റ്, ദാറ്റ്സ് ഇറ്റ്. ഇന്നലെ തൊപ്പിയുടെ ലൈവിൽ തൊപ്പി മല്ലു ട്രാവലർ റിലേറ്റഡ് ആയിട്ട് ഈ ഇഷ്യൂ കുറേ പേര് ഇങ്ങനെ ഇപ്പോൾ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയുമ്പോൾ അവനോട് അവിടെ ചാറ്റിൽ മല്ലു ട്രാവലറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവനൊരു ഊഹാപോഹം വെച്ചൊരു ഐറ്റം പറഞ്ഞു. മോനെ, അവിടെ തിങ്സ് ആർ ലൈക്ക് എസ്കലേറ്റ് ചെയ്തു, ഭയങ്കരമായിട്ട് ഫ്ലെയറായി. ഞാൻ കുറച്ച് തമ്നീലുകളോട് വയ്ക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം, ഗുരുതരാവസ്ഥയിൽ മല്ലു ട്രാവലർ, ദുഃഖവാർത്ത, മല്ലു ട്രാവലർ അവസാനമായി ചെയ്ത വീഡിയോ, പിന്നെ തൊപ്പിയുടെ തന്നെ തൊപ്പി മല്ലു ട്രാവലർ ഇഷ്യൂ എന്നൊക്കെയാണ് അത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ കുറച്ച് ന്യൂസ് ചാനലുകളും ഈ ഒരു പർട്ടിക്കുലർ കോണ്ടൻറ്റ് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മല്ലു ട്രാവലർ 2 പോസ്റ്റാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അതിലാദ്യത്തെ പോസ്റ്റ് തന്നെ ഇതാണ്, ഞാൻ സൈഡിൽ വയ്ക്കാം. പ്രിയപ്പെട്ടവരെ, ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ട്, ഓക്കെ, സെയിം എന്നോട് പറഞ്ഞ തന്നെ ഫിസിക്കലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അത് എന്ത് രീതിയിലും അവിടെ അയാൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, കണ്ടിന്യൂസ് ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നത്. ചിലപ്പോൾ ബാക്ക് പെയിൻ ആവാം, നെക്ക് പെയിൻ ആവാം, അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈറസോ ബാക്ടീരിയോ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ആയിരിക്കാം. ഓക്കെ, അയാൾക്കൊരു ലോങ് ബ്രേക്ക് വേണമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ആവാൻ സമയം വേണമെന്നോ അത്ര ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ. തൽക്കാലം മാറി നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവണം. ഞാൻ ഇല്ല എന്ന് വെച്ച് വൈക്കോ പെർഫ്യൂംസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കരുത്. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം ജീവിക്കുന്നത് അതുവഴി മാത്രമായിരിക്കും. തിരിച്ചു വന്നാൽ കാണാം. ഇതിനകത്ത് മല്ലു ഒരു വാക്വം ക്രിയേറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അത് ഇപ്പോൾ ഈ മല്ലു എഴുതിയത് വെച്ചിട്ട് വായിക്കുന്ന ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഫൈൻ, ഇതിപ്പോൾ ഞാൻ ചോദിച്ചതുകൊണ്ട് ഫിസിക്കൽ ഇഷ്യൂ ആണെന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ഒരു കൺഫ്യൂഷൻ ക്ലിയറായി. ബിക്കോസ് ഇതിലിപ്പോൾ തിരിച്ചു വന്നാൽ കാണാം, ഓക്കെ, നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇയാൾക്കെന്തോ വളരെ ഭീകരമായിട്ടുള്ള ഇഷ്യൂ. ഇപ്പോഴും നമുക്കറിയില്ല കേട്ടോ, പക്ഷേ എന്നോട് പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്കതിലും കൂടുതൽ പറഞ്ഞില്ല. ബട്ട് സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയി പോകും ആളുകൾ ഇങ്ങനത്തെ ഒരു പോസ്റ്റ്. മനസ്സിലായി? അത് മാത്രമല്ല, ഇതിനകത്ത് ഈ പെർഫ്യൂമാണ് ഇനി മുന്നോട്ട് നമ്മളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായാലും എൻ്റെ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഇത് പ്രമോഷനാണോ? മനസ്സിലായോ? ഇതൊരു ഗിമിക്കാണോ, പ്രമോഷൻ ഗിമിക്കാണോ കാണിക്കുന്നതെന്ന് വരെ ചിന്തിച്ച് ഇതിനടിയിൽ കമൻറ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ ഇതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു പോസ്റ്റായിട്ട് ഹീ ഹിംസെൽഫ് മല്ലുവിനെ പോസ്റ്റ് ചെയ്തൊരു സാധനം പോലെ എനിക്ക് ആദ്യത്തെ തോന്നി. എഗെയിൻ രണ്ടാമത്തെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത് 26 ഓഗസ്റ്റിനാണ്. ബൈ ദ വേ, മല്ലുവിനെ ദുബായി പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. വൈക്കോ പെർഫ്യൂം ഞാൻ ടെസ്റ്റ് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് അടിപൊളി ഒരു പെർഫ്യൂമായിട്ടാണ് തോന്നിയത്. ഞാനപ്പോൾ തന്നെ അവിടുന്ന് എന്നോട് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മല്ലു വൈക്കോ പെർഫ്യൂമിൻ്റെ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഓഗസ്റ്റ് തുടക്കത്തിലാണത്. ഓക്കെ, ആൻഡ് ഈ ഒരു പോസ്റ്റ് വന്നത് ഓഗസ്റ്റ് 26-നാണ്. ഞാൻ അപ്പം കണ്ടപ്പോൾ മല്ലു വാസ് ഹാപ്പി, ചിൽ, ഹാപ്പി, കാറൊക്കെ എടുത്ത് സെറ്റാണ്, ഞാനിപ്പോൾ അടിപൊളിയായിട്ട് പോകണടാ, എനിക്ക് ഓക്കെയാണ്, ഇപ്പം എല്ലാം ബിസിനസ് ഉണ്ട്, കാര്യം ഇതൊക്കെയാണ് മല്ലു എന്നോട് കൺവേ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ 4 ദിവസം മുന്നേ വന്ന പോസ്റ്റ്, ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു റിക്കവർ ബട്ട് ഐ എം ഫെയിൽഡ്. മേ ബി ഇറ്റ്സ് ടൈം ഫോർ എൻഡ്. ലവ് യു ഓൾ.
ഇങ്ങനൊരു പോസ്റ്റ്, ഇതും ഒരുമാതിരി എന്താ പറയുക പുകമറ ഉള്ള പോലത്തെ ഒരു പോസ്റ്റാണ്. അപ്പോഴും ഈ കാണുന്ന ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആവും. കാരണം ആദ്യം അങ്ങനത്തെ ഒരു പോസ്റ്റ് വന്നു, വീണ്ടും ഇങ്ങനൊരു പോസ്റ്റ് വരുന്നു, എന്താണ് ഇയാൾക്ക് സംഭവിച്ചത്? ഇപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, വെറുക്കുന്നവരുണ്ടാവും, ന്യൂട്രലായിട്ടുള്ളവരുണ്ടാവും, കുറേ പേരുണ്ടാവും. കാരണം മില്യൺ ഓഡിയൻസാണ്, മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ഫോളോവേഴ്സാണ് അക്രോസ് ഓൾ ദ പ്ലാറ്റ്ഫോംസ് മല്ലുവിനുള്ളത്. ഓക്കെ, പിന്നെ ഒരു ഡൗൺഫോളിൻ്റെ കഥയൊക്കെ നമുക്ക് അറിയാം മല്ലുവിൻ്റെ. പക്ഷെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ. എപ്പോഴും ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും, എലമെൻറ്റ് ഓഫ് ഡൗട്ട് വെക്കും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയിക്കാതിരിക്കുക, പറയാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അല്ലെങ്കിൽ ക്ലിയർ കട്ട് ക്ലാരിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് കാണുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ആളുകളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് കൂട്ടത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തൊപ്പിയുടെ ഇന്നലത്തെ ലൈവിൽ തൊപ്പി പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി, അതും കൂടി ഞാനിവിടെ വയ്ക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. അങ്ങനെ പേഴ്സണൽ ഇതൊന്നും പറയണ്ടല്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ദിവസം മല്ലുവിനെ വിളിച്ചു. ഇത് സംഭവം ഇഷ്യൂ നടക്കുന്ന വെച്ചാൽ മല്ലു ഇപ്പം ഒരു പോസ്റ്റ് ഇട്ടതല്ലേ, അതല്ലേ നിങ്ങൾ പറയുന്നത്? അതായത് പോസ്റ്റ് ഇട്ടിട്ട് ദിസ് ഈസ് ദ എൻഡ് അങ്ങനെ എന്തോ പറഞ്ഞതല്ലേ, തിരിച്ചു വരാൻ ശ്രമിച്ചു എല്ലാം അവസാനിച്ചു, അങ്ങനെ എന്തോ ഒരു പോസ്റ്റ് ഇട്ടതല്ലേ സംഭവം. ഇവരെന്ന് പറഞ്ഞാൽ ഇത് ഈ പോസ്റ്റ് ഇട്ട് ഇന്നലെ മിഞ്ഞാന്നല്ലേ, ഇവരൊരു 2 ആഴ്ച മുന്നേ, 2 ആഴ്ചയോ 3 ആഴ്ച, അത്ര ഒരു മാസം ആയില്ല, ഒരു മാസം ആയില്ല, ഒരു 20 ദിവസം മുന്നേ, ഒരു 20 ദിവസം മുന്നേ മല്ലു എന്നെ വിളിച്ചിരുന്നു. പെട്ടെന്ന് പതിവില്ലാണ്ടൊരു കോള്, അതായത് അതിന് മുന്നേ എത്രയോ കാലം മുന്നേ എന്നെ വിളിച്ചത്, മനസ്സിലായി, പതിവില്ലാണ്ടൊരു കോള്. എന്നിട്ട് എന്നോട് എല്ലാം എന്താ പറഞ്ഞ എന്തായിരുന്നു മീൻസ് ഇങ്ങനെ എന്താ പറയാ, എല്ലാം പൊരുത്തപ്പെടുക, എന്താ ബാക്കി എനിക്ക് ഓർമ്മയില്ല, പക്ഷെ എന്തോ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒരാൾ പറയുന്ന പോലത്തെ വർത്താനം ഉണ്ടല്ലോ, മനസ്സിലാ, അങ്ങനത്തെ ഒരു ടൈപ്പ് എന്നോട് സംസാരിച്ചാൽ എനിക്ക് കറക്റ്റ് വേർഡ് ടു വേർഡ് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനത്തെ ഒരു ഇത് എടാ എല്ലാം ഇതായി എന്തായിരുന്നു വിഷമം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക, അങ്ങനത്തെ സാധനമില്ല. അതായത് നമ്മൾ ഈ ഹജ്ജിന് ഉംറക്കെല്ലാം പോകില്ലേ, ഉംറക്കെല്ലാം പോകും, നമ്മൾ ഈ ഹജ്ജ് ചെയ്യാനും ഉംറയാലും പോകുമ്പോൾ നമുക്ക് മുന്നേ പരിചയമുള്ള ആൾക്കാരെല്ലാം നമ്മൾ വിളിച്ചിട്ട് എല്ലാവർക്കും കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുമല്ലോ. അതായത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള ക്ഷമിക്കണം, എല്ലാവരും ക്ഷമ വെച്ച് എല്ലാവരും നല്ലതായിട്ട് നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഈ ഹജ്ജിന് മുമ്പ്. അതേപോലത്തെ ഒരു കോളാണ് എനിക്ക് തോന്നിയത്, മനസ്സിലാവും. അതായത് വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം, അങ്ങനത്തെ എന്തോ ക്ഷമിക്കണം എന്ന് പറ്റില്ല, പക്ഷെ പൊരുത്തപ്പെടണം. പിന്നെന്തായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം, മനസ്സിലായി, എന്തോ എല്ലാം തീർന്നു, ഞാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നു അങ്ങനത്തെ ഒരു ലെവലിലുള്ള ഒരു സംസാരം എനിക്ക് മറന്നു, സത്യം പറഞ്ഞു, ഒരു 10-20 ദിവസമായി, മനസ്സിലായി. പക്ഷെ ഒരു ഭയങ്കര ഓഡ് കോളായിരുന്നു, ഭയങ്കര എന്താ പറയുക, അത്രയും കാലം വിളിക്കാണ്ട് പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ എന്തോ തീരാൻ പോകുന്ന, എന്തോ ചാവാൻ പോകുന്ന, അങ്ങനത്തെ ലെവലിലുള്ള ഒരു വർത്താനം എന്നോട് പറഞ്ഞു, മനസ്സിലായി. അതിന് ശേഷമാണ് ഈ 2 ദിവസം മുന്നേ ഇവന്റെ ഈ പോസ്റ്റ് ഞാൻ കാണുന്നു, മനസ്സിലായി. അതായത് ഞാൻ ഒരുപാട് ശ്രമിച്ചു, എല്ലാം അവസാനിച്ചെന്ന് കരുതുന്നു, അങ്ങനത്തെ ഒരു പോസ്റ്റ് കാണുന്നത്. അപ്പൊ എനിക്ക് ഇത് രണ്ടും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്തോ ഒരു മനസ്സിലാവും. ഓക്കെ, ഇതാണ് തൊപ്പി ഇന്നലെ ലൈവില് പറഞ്ഞതും. ഇതൊക്കെ പാടെ കൂടി കൂട്ടി കുഴച്ച് മൊത്തത്തിലൊന്ന് സമ്മാക്കിയിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്. പിന്നെ കുറേ പോസ്റ്റുകളും വീഡിയോസൊക്കെ ഞാൻ കണ്ടത്. ഞാൻ പറയാലോ, മല്ലു ഈ കുറച്ചടുത്ത കാലത്തൊക്കെ ആയിട്ട് ഞാൻ ഇനി ഒന്നിനും ഇല്ലടാ, അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകുന്നു, അറിയാലോ ഉള്ള കേസുകളും കാര്യങ്ങളൊക്കെ. അതിലൊരു കേസ് മുൻ ഭാര്യ കൊടുത്ത കേസിൽ മാത്രമാണ് ഒരു വിധിയായിട്ടുള്ളത്. വേറൊരു കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ 2023-24 ടൈമിലൊക്കെ ഡൗൺഫോളാണ് മല്ലുവിൻ്റെ നമ്മൾ കണ്ടത്. ഒരു ടൈമിൽ മലയാളികൾ കാത്തിരുന്ന ഏറ്റവും ക്യൂരിയസോട് കൂടിയിട്ട് എപ്പോൾ മല്ലു ട്രാവലറിൻ്റെ വീഡിയോ വരും, അല്ലെങ്കിൽ മല്ലു ട്രാവലർ പോയി നിൽക്കുന്ന സ്ഥലത്ത് ആൾക്കൂട്ടം വരുന്നു, അങ്ങനത്തെ ഒക്കെ അവസ്ഥ ഉണ്ടായിരുന്ന ഒരു സമയം മല്ലുവിൻ്റെ ലൈഫിലുണ്ടായിരുന്നു. പീക്കിൽ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് കൂപ്പ് കുത്തി വീഴാണ് കേസും കാര്യങ്ങളും അതും ഇതൊക്കെ വന്നപ്പോൾ മല്ലുവിന് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ബാക്കി ഇപ്പോൾ ഞാൻ പറയാലോ, അത്യാവശ്യം പൈസ ഉണ്ടാക്കുന്ന പല യൂട്യൂബേഴ്സിനും എനിക്കറിയാം. അവരൊന്നും അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്ന് മാറ്റി ആളുകളെ കാണിച്ചു കൊടുത്ത് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ പോവാത്ത ഒരുപാട് പേരുണ്ട്, ചിലർ പോയവരുണ്ട്. അപ്പം മല്ലുവിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ മല്ലുവിൻ്റെ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് മാറ്റി, മനസ്സിലായോ. മല്ലുവിനെ ഒരു അഹങ്കാരം പിടിച്ച അഹങ്കാരി എന്നുള്ള രീതി അത്രയും എക്സ്ട്രീം വരെ മല്ലുവിന് എന്ത് ചെയ്തിട്ടുണ്ട്, മല്ലുവിൻ്റെ വ്യൂവർഷിപ്പിൽ നിന്ന് തിരിച്ച് കിട്ടിയിട്ടുണ്ട് കാര്യങ്ങൾ. കാരണം പല കാര്യങ്ങൾ പറയുമ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈവൻ ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ്. എനിക്കും പല സമയത്തും തോന്നിയിട്ടുണ്ടായിരുന്നു, എന്തൊരു അഹങ്കാരം ഇയാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഓക്കെ, ലൈഫ് സ്റ്റൈൽ കാണിച്ചോളൂ. അപ്പോൾ എന്താ പറയുക, ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയാണ് മല്ലുവിന് ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ആ ഒരു കേസും കൂടി 2 കേസും കൂടി ആയതോട് കൂടിയിട്ട് മല്ലുവിന് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ മല്ലു താഴെ ചാടി. ഓക്കെ, ഇപ്പോഴും റിക്കവറി സ്റ്റേജിൽ റിക്കവർ ചെയ്യാൻ നോക്കുമ്പോഴും മല്ലുവിന് തിരിച്ച് ഗ്രിപ്പ് കിട്ടാത്ത രീതിയിലാണ് സോഷ്യൽ മീഡിയ അയാളുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഈ തൊപ്പിയുടെ ഈ ഒരു വീഡിയോയും കൂടി ആയപ്പോൾ
അത് ഭയങ്കരമായിട്ട് ഒരു മിസ്ലീഡിങ് ആയോ എന്ന് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ പേഴ്സണലി എന്നോട് ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞത് അയാൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ്, ഓക്കെ, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അത് മാറാൻ ടൈം, ഒരു ട്രീറ്റ്മെൻറ്റ് വേണം, അത്രേ ഉള്ളൂ. അതിൻ്റെ റിക്കവറി ടൈം കഴിഞ്ഞ് അയാൾ വരും തന്നെ അത്രേ പറഞ്ഞിട്ടുള്ളൂ, ഓക്കെ. അല്ലാതെ ഇപ്പോൾ ഈ തൊപ്പി ചിന്തിച്ച പോലെ എക്സ്ട്രീമായിട്ട് ഇനിയിപ്പോൾ ഇയാൾ എന്തെങ്കിലും ചെയ്തു പോയോ, ഇയാൾ ഇനി അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പോലെ തന്നെ മിസ്ലീഡിങ് ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനതിപ്പോൾ വന്ന് ക്ലിയർ ചെയ്ത് കളഞ്ഞത്. ഫൈൻ. പിന്നെ ഈ മല്ലു ട്രാവലറിൻ്റെ ഇങ്ങനത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ മല്ലു പോസ്റ്റ് ചെയ്തപ്പോഴും പിന്നെ വേറെ പല ന്യൂസ് ചാനലുകൾ അത് റീപോസ്റ്റ് ചെയ്തപ്പോഴും അതിനടിയിൽ വന്ന കുറേ കോമൻസ് ഉണ്ട്. ആ കോമൻസിൽ കുറച്ച് എണ്ണങ്ങൾ ഞാനിവിടെ വയ്ക്കാം. ബ്രോ റീച്ച് കുറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വൈക്കോ പെർഫ്യൂമിൻ്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് പലരും ഇതൊരു പ്രൊമോഷനാണോ അതോ ഇനി റീച്ച് കുറഞ്ഞപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു ഗിമിക്ക് കാണിച്ചാണോ എന്നൊക്കെ തോന്നിയിട്ടായിരിക്കും ഇങ്ങനൊരു ചോദ്യം. RIP ബ്രോ എന്ന് ഒരുത്തനിട്ടിട്ടുണ്ട്. പിന്നെ പോകുന്നുണ്ടെങ്കിൽ യൂട്യൂബ് മെയിൽ ആൻഡ് പാസ്വേഡും തന്നിട്ട് പോടാം. എന്തിനാണാവോ ഒരാളിങ്ങനെ സഫർ ചെയ്തിടുമ്പോൾ ഇതാണോ പറയേണ്ടത്? പിന്നെ അവിടെ ഞാൻ കുറേ അധികം വേറുന്നുണ്ട്. പോടാൻ നിർത്തി, തോൽവി, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി നടന്നപ്പോൾ ഓർക്കണമായിരുന്നു താങ്കൾക്ക് കരയാൻ ഒരു അവസരം വരുമെന്ന്. ഭൂലോക ഫ്രോഡ് പ്ലീസ്. ഇപ്പോൾ റേറ്റിങ്ങിൽ 4 അല്ലേ? ഇതേപോലെ വാണങ്ങളെ സപ്പോർട്ട് ചെയ്ത് മനോരമ അടിയിൽ പോയതാണ്. ഇങ്ങനെ കമൻറ്റ് ബോക്സ് ഞാനിവിടെ ഈ സൈഡിൽ വെക്കുന്നുണ്ട്. എൻ്റെ മോനെ എന്തൊക്കെ ഒരു കാര്യങ്ങളറിയോ ഈ കമൻറ്റ് ബോക്സിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ആൾക്കാർ. ഒരാൾക്ക് അയാളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡൗൺഫോൾ വന്നു, ഓക്കെ. അത് ആ ഡൗൺഫോളിൻ്റെ ഒരു കാരണക്കാരനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അയാളുടെ കർമ്മങ്ങളും അയാളെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും ഒരു കാലത്ത് നമ്മൾ സ്നേഹിച്ച ഒരാളാണ്, അയാളെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അയാൾ തിരുത്തി മുന്നോട്ട് വരാൻ വേണ്ടി റെഡിയായി അയാളൊരു മാറ്റത്തോടു കൂടി വരും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അയാൾക്ക് ആ ടൈമും സ്പേസും കൊടുത്താൽ പോരെ? മനസ്സിലായോ? ഇഷ്ടപ്പെട്ട ഒരാളുടെ ഇടയിൽ തെറ്റൊക്കെ എല്ലാവർക്കും പറ്റില്ലേ? അപ്പം അങ്ങനത്തെ ഒരു ടൈമോ സ്പേസോ കൊടുത്താൽ മതി, ഓക്കെ. ചിലപ്പോൾ മൈൻഡ് കട്ടായതായിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ മതി ഫിസിക്കലി വല്ല ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങൾ വന്നതായിരിക്കാം, അത്രയേ ഉള്ളൂ ഇതിൻ്റെ മുകളിൽ. ഫൈൻ. ഇതിപ്പോൾ എന്താ അറിയോ, മരിച്ച് ശവമായി കിടക്കുന്ന ഒരാളുടെ നെഞ്ചത്ത് കയറി പൊങ്കാലിറങ്ങുന്ന പോലത്തെ അവസ്ഥയിലാണ് പല കമൻസും കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു വിഷയത്തിൽ തോന്നിയിട്ടുള്ളത്, ഓക്കെ. കാരണം അത്രത്തോളം എന്താണ് ഈ ഒരു പോസ്റ്റ് അയാൾ സോഷ്യൽ മീഡിയയിൽ വന്നിടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഒരു അവസ്ഥയാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന്മാർക്ക് അങ്ങനെയാണ്. പിന്നെ മല്ലുവിൻ്റെ ചില തീരുമാനങ്ങൾ എനിക്ക് വളരെ പൊട്ട തീരുമാനങ്ങളായിട്ട് തോന്നിയിട്ടുമുണ്ട്, മനസ്സിലായോ? അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുക, കൂടുതലായിട്ട് ബിസിനസ്സിൽ നമ്മളെ ബിസിനസ് എന്താ? നമ്മളെ സോഷ്യൽ മീഡിയ ആണ്, ഇതാണ് നമ്മളെ ബിസിനസ്. ഇതിന്ന് സൈഡായിട്ട് നമുക്ക് വേറെ ബിസിനസ് തുടങ്ങുക നല്ലത്, ഇതാണ് നമ്മുടെ മെയിൻ ബിസിനസ്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കണ്ടാലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ സംഗതികൾ മല്ലുവിന് പാളിപ്പോയിട്ടുണ്ട് പേഴ്സണൽ ലൈഫിൽ. ഞാൻ മല്ലുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ബൈറ്റ് ഞാനിവിടെ വെച്ചുതരാം. ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒരുപാട് നല്ല സമയങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ട്രാവൽ വ്ളോഗർ ആയിരുന്നു മല്ലു ട്രാവൽ എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ വീഡിയോസ് കാണുന്ന സമയത്ത് പണ്ടുള്ള അത്ര വ്യൂസ് ഇല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മല്ലു ട്രാവലിന് സംഭവിച്ചത്? എവിടെ നിന്നാണ് ഈ പാളിച്ചകൾ സംഭവിച്ചു തുടങ്ങിയത്? മല്ലു ട്രാവലിന് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇപ്പം വീഡിയോസ് കാണുന്ന പല ചാനലുകൾക്കും വ്യൂവേഴ്സ് വരുന്നില്ല. കാരണം ജനങ്ങൾക്കിടയിൽ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. ആ ജനങ്ങളുടെ ചിന്തയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഞാനൊക്കെ സോഷ്യൽ മീഡിയ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു റീച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പം അല്ലെങ്കിൽ സുജിത്തും ഞാനൊക്കെ ഇനീഷ്യലുണ്ടായിരുന്നു. ഈ വിളിച്ചിട്ടുണ്ട് ആരാണെങ്കിലും നമ്മളൊക്കെ ട്രാവൽ ചെയ്ത് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രാവൽ വ്ളോഗേഴ്സ് ആവുന്നത്. കാരണം നമുക്ക് അത്ര ഹാർഡ് വർക്ക് ചെയ്യണമായിരുന്നു, എന്നാൽ മാത്രം റീച്ച് കിട്ടുള്ളതാണ്. ഞാൻ ഇന്ത്യ ടു സിംഗപ്പൂർ വരെ ബൈ റോഡ് യാത്ര ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്, അത്രയും വലിയ റിസ്ക് എടുത്തിട്ട്. അതിനുശേഷം ആഫ്രിക്കൻ ട്രിപ്പ് അടിച്ചിട്ടും ബൈക്കിൽ ട്രിപ്പ് അടിച്ചിട്ടൊക്കെയാണ്, ഹെവി ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് അടിച്ചിട്ടാണ് ഞാനൊക്കെ റീച്ച് ആക്കിയത്. പക്ഷെ നിലവില് അങ്ങനെ അഡ്വഞ്ചറസ് ആയ ആൾക്കാർ ജനങ്ങൾക്ക് വേണ്ട. ജനങ്ങൾക്ക് മെജോറിറ്റി ആവശ്യം കോമാളികളാണ്. ഇപ്പം കേരളത്തിലാണെങ്കിലും ഇപ്പം ഓൺലൈൻ മീഡിയാസ് ആണെങ്കിലും ആരാണെങ്കിലും അവർ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്? കോമാളികളാണ്. കേരളത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയ കോമാളികളുണ്ട്. ഇപ്പം നമുക്ക് പല മൂവീസിന്റെ റിവ്യൂ ആണെങ്കിലും എന്താണ് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ വെച്ചാല് ഇവർക്കറിയാം ജനങ്ങൾക്ക് ഇഷ്ടം ഇവരെയാണ്. മല്ലു ട്രാവലറിന്റെ ഇന്റർവ്യൂവിന് എത്ര വ്യൂവേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നേരെ പക്ഷെ നിങ്ങൾ ഇതേ ചാനലിൽ ഈ പറഞ്ഞ വ്യക്തികളുടെ ആരുടെ ഇന്റർവ്യൂ ഇട്ടുണ്ടോ റീച്ച് വിടും. കാരണം ജനങ്ങൾക്ക്
ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളത് അങ്ങനെ അതിലുപരി അവരൊക്കെ കളിയാക്കാൻ പറ്റുന്നത്, അവർക്ക് മനസ്സുകൊണ്ട് ഈ എന്ന് പറയാൻ പറ്റുന്നത് താഴോട്ടേക്ക് അവരെക്കാളും താഴെയിൽ നിൽക്കുന്ന വ്യക്തികളാണ് അവർക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ മൊത്തം മാറിയിട്ടുള്ളത്. ഒരിക്കലും മല്ലു ട്രാവലർ ഇങ്ങനെ ചിന്തിച്ച് പോകരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഞാൻ മല്ലുവിനോടും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, കണ്ടന്റുകൾ ചെയ്യുക. ലൈഫിൽ പല കേസുകളോ പ്രശ്നങ്ങളോ ഒക്കെ വരും. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെന്നും നമ്മളെ കൂടെ നിൽക്കും. ഇപ്പം നമുക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നവർ നമുക്കത് തിരുത്തി തരാനും അല്ലെങ്കിൽ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യാനും നമ്മളെ കൂടെ ഉണ്ടാവും. മല്ലുവിന് പറ്റിപ്പോയത് ഇതാണ് വിഷയം. അതായത് മല്ലു സ്വയം സംഭവിച്ച വിഷയങ്ങളും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു വ്യൂവർഷിപ്പും സാധനങ്ങളിലൊന്നും ഒരു വിശ്വാസവും വയ്ക്കാതെ ബാക്കി ചാനലുകളെയും വ്യൂവർഷിപ്പിനെയൊക്കെ കുറ്റം പറഞ്ഞ് അതങ്ങനെയാണ് കുറേ കോമാളികൾ. നോ, ഇപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ പറഞ്ഞ സുജിത് ഭക്തൻ്റെ കാര്യമാണ്. ഒപ്പം അല്ല ഈ ബുൾജെറ്റിൻ്റെ കാര്യം പറഞ്ഞു മല്ലു. ഈ ബുൾജെറ്റ് ഇപ്പോഴും വീഡിയോ ഇടുന്നുണ്ട്. ഒരു ദിവസം പോലും അവർ ഇടുന്നില്ല. വളരെ റെയറായിട്ട് അവരുടെ വീഡിയോ മിസ്സായി പോകുന്നത്. അവർക്ക് എന്താ, അവരുടെ ഒരു കോർ വ്യൂവർഷിപ്പ് ഒരു 1 ലക്ഷം 1.5 ലക്ഷം അവർക്കുണ്ട്. സുജിത് ഭക്തൻ സെയിം ക്വാളിറ്റി കൂട്ടി സ്റ്റാൻഡേർഡ് കൂട്ടി കൊണ്ടുവരിക. ഓരോ തീമുകൾ, ഓരോ യാത്രകളിൽ ഓരോ പാറ്റേൺസ് അഡാപ്റ്റ് ചെയ്ത് ഇപ്പോൾ പോഡ്കാസ്റ്റ് വന്നപ്പോൾ പോഡ്കാസ്റ്റ് ഒരു സൈഡിൽ ചെയ്യുന്നു, ട്രാവൽ ഒരു സൈഡിൽ ചെയ്യുന്നു. സോ ഡേ ബൈ ഡേ ആ നീഷിന് വേണ്ട ഒരു ഇമ്പ്രൂവ്മെൻറ്റും ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റും ഒക്കെ കൊണ്ടുവന്ന് അവർ ചെയ്യുന്ന സോഷ്യൽ മീഡിയ അവരുടെ ഫസ്റ്റ് ജോബ് ബിസിനസ് ആക്കിയെടുത്ത് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്ത് അത് ചുറ്റും റിവോൾവ് ചെയ്തിട്ടാണ് ബാക്കി എനിക്ക് കിട്ടുന്ന എൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസും എൻ്റെ ബാക്കി ബിസിനസ്സുകളും റൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് റിയലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഇപ്പോഴും വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുമ്പോൾ മല്ലുവിന് സംഭവിച്ചത് എന്താ അറിയും, മല്ലുവിൻ്റെ ഇങ്ങനത്തെ ചിന്താഗതികൾ മല്ലുവിന് താന്നടിച്ചു പോയി മല്ലുവിന്. ഞാൻ മല്ലുവിനോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, നോ, നിങ്ങൾ വീഡിയോ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ വ്യൂവേഴ്സിന് കാണാൻ താല്പര്യമുള്ള വീഡിയോസ് യു ഷുഡ് ഡു ദാറ്റ്. നിങ്ങളത് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ കേസുകൾ വരും, അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ അഹങ്കാരിയായിട്ട് ആളുകൾക്ക് തോന്നും. ഇറ്റ് ഹാപ്പൻസ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഇറ്റ് ഹാപ്പൻസ്. ഇപ്പോൾ പലപ്പോഴായിട്ട് എന്നോട് പേഴ്സണലി ആൾക്കാർ പറയാറുണ്ട്, സായി ബ്രോ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ്, ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നീ ആ രാഷ്ട്രീയം പറയും, ചിലപ്പോൾ നീ ഈ രാഷ്ട്രീയം, പല രീതിയിൽ ക്രിറ്റിസിസം നമുക്ക് വരും. ബട്ട് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വാല്യൂ നമുക്കുണ്ടാവും. ഓക്കെ, ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു റെക്കഗ്നീഷൻ ഉണ്ടാവും, ഒരു ക്രെഡിബിലിറ്റി നമുക്കുണ്ടാവും. ഓക്കെ ഓബിയസ്ലി മല്ലുവിൻ്റെ കേസ് ഒരു വലിയ വിഷയമാണ്. ഇവിടെ കേസുള്ള എത്രയോ ആൾക്കാർ വീണ്ടും അവരുടെ ഇതേ സോഷ്യൽ മീഡിയ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ. എക്സാമ്പിൾസ് ഒന്നും ഞാൻ പറയുന്നില്ല. പല കേസുകൾ വന്നിട്ടും എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള പണി നമ്മൾ ചെയ്യണം. അല്ലാതെ നമ്മളത് മെയിനായിട്ട് നമുക്ക് ഇൻകം വന്നിരുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ അന്നം തന്നിരുന്ന നമ്മളുടെ സോഷ്യൽ മീഡിയ നമ്മൾ സൈഡാക്കി വെച്ചിട്ട് നമ്മൾ ബാക്കി ബിസിനസ്സിന് പോയി കഴിഞ്ഞാൽ അതിന് സോഷ്യൽ മീഡിയനെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ വ്യൂവർഷിപ്പിനെ കുറ്റപ്പെടുത്തിയിട്ടോ നോ യൂസ്. സ്ട്രാങ്കിൾഡായി പോകും. കാരണം ഇൻകം സോഴ്സ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ സക്സസിന്റെ കൂടെ വിവാദങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാള് എന്നൊരു പേരും കൂടെ മല്ലു ട്രാവലിനെ എപ്പോഴും പറയാറുണ്ട്. വിവാദങ്ങൾ തേടിപ്പോകുന്നതാണോ, വിവാദങ്ങൾ മല്ലു ട്രാവലിനെ തേടിത്തുന്നതാണോ? വിവാദങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ചുറ്റുമുള്ള ആൾക്കാരെ അനുസരിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു കർഷകനാണ്. അപ്പൊ ഞാൻ ഒരു വിവാദത്തിൽ പെടേണ്ട ആവശ്യങ്ങളില്ല. കാരണം എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ, എന്റെ ചുറ്റുപാട് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. നേരെ പക്ഷെ നമ്മുടെ ചുറ്റും ഒരു 100 പേരുണ്ടെങ്കിൽ ആ വിവാദത്തിന് കുറച്ച് സ്ട്രോങ് ആവും. 1000 പേരുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആവും. 10,000, 1,00,000, 1 മില്യൺ, 10 മില്യൺ, എത്രത്തോളം നമുക്ക് വ്യൂവേഴ്സ് കൂടുന്നു, എത്രത്തോളം ആൾക്കാർ നമ്മൾ ചുറ്റുമുണ്ടോ അത്രത്തോളം ഒരു വിവാദത്തിനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതും മല്ലു പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റിയിരുന്നില്ല. ഇതൊക്കെയാണ് മല്ലുവിൻ്റെ ഇങ്ങനത്തെ ചിന്താഗതികളാണ് ഒന്ന് ബാക്കിലേക്ക് അടിച്ചത്. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മയാണ് ഈ വിവാദങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മ, ഓക്കെ, നമ്മൾ പറയുന്ന നമ്മളുടെ പ്രവർത്തികൾ ഇതൊക്കെയാണ്. അല്ലാതെ നമ്മുടെ ചുറ്റുപാടുമല്ല. ചുറ്റുപാടും ഇത് എസ്കലേറ്റ് ചെയ്യുക, മനസ്സിലായി. നമ്മൾക്കൊരു സെൽഫ് ഓഡിറ്റ് വെച്ച് നമ്മളുടെ കാര്യങ്ങൾ സോർട്ടഡ് ആക്കി നമ്മൾ ഇരിക്കുന്ന സ്റ്റേജ് എന്താ, നമുക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മളുടെ എന്താണ് അവസ്ഥ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് വേണം. നമുക്കൊരു ചെറിയൊരു റെസ്പോൺസിബിലിറ്റി നമുക്ക് വേണം. അത് ഇല്ലാതായി കഴിഞ്ഞാൽ ഓക്കെ, ഒരു എന്താ പറയുക, ഹൈപ്പിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നടൻ, ഒരു നടി, ഒരു പൊളിറ്റീഷ്യൻ, അങ്ങനെ ബിസിനസ്സുകാരൻ, ആർക്കും അത് സംഭവിക്കാം. അത് സോഷ്യൽ മീഡിയയിലും സംഭവിക്കാം. നമ്മളുടെ എക്സ്ട്രീം വിസിബിലിറ്റിയിൽ നിൽക്കുമ്പോൾ നമ്മളതിൽ അഹങ്കരിച്ച് കുറച്ചൊന്ന് ഇതായി, പിന്നെ നമ്മളൊന്ന് താഴെ വീണ്, പിന്നെ നമ്മൾക്ക് എന്ത് പറ്റി എന്നുള്ളത് കണ്ടുപിടിക്കണം. അല്ലാതെ നമ്മൾ ബാക്കി അത് ചുറ്റുപാടിൻ്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചുറ്റുപാടിൻ്റെ പ്രശ്നം ഉണ്ടാവാം. എങ്ങനെ അറിയോ? നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്,
ഞാൻ ചെയ്തൊരു കർമ്മ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കാം, ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കാം, ഞാൻ കാണിക്കുന്ന ആക്ഷൻസ് ആയിരിക്കാം, ഇതിലെവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി. ഓക്കെ, അത് എൻ്റെ തെറ്റാണ്, തെറ്റ് ചെയ്തത് ഞാനാണ്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് മല്ലു പറഞ്ഞ ഈ ചുറ്റുപാടും. അതായത് മില്യൺ വ്യൂവേഴ്സും മില്യൺ ഫോളോവേഴ്സും ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് 100 ആൾ, ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ചെയ്താൽ 100 ആൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്താൽ 1000 ആൾ കാണും. നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ്, ചെയ്യുന്നത് തെറ്റായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് സെക്കൻഡ് ടയറിൽ നോക്കുമ്പോൾ അത് അവർ കൂടുതൽ ആൾക്കാർ അതെടുത്ത് ക്രിട്ടിസൈസ് ചെയ്യും, അതെടുത്തിട്ട് കുറേ പേർക്ക് ഫോർവേഡ് ചെയ്യും, കുറേ വിസിബിലിറ്റി കൂടും. അപ്പോൾ അത്രയും കൂടിയ വിസിബിലിറ്റി ഉള്ള ഒരാളാന്നുള്ള ബോധവും ബുദ്ധിയും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ നിൽക്കരുത്. അത്രയുള്ളൂ പരിപാടി. അപ്പോൾ എന്താ പറയുക, ഒരു സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ എവിടേക്കോ മല്ലു ട്രാവലറിന് ചെറിയ പാളിച്ചകൾ പറ്റി എന്നുള്ളത് ഞാൻ മല്ലുവിനോടും പറയാറുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എന്താ പറയുക ബാക്കി സർക്കിളിലുള്ള യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവരോടൊക്കെ പറയുള്ളത്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു സീൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് സ്വയം തിരുത്തുക. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ബ്ലെയിം ഇടാതെ നമ്മൾ തന്നെ തിരുത്തിയാൽ ഇറ്റ്സ് ബെറ്റർ. പിന്നെ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ബ്ലെയിം ഇടേണ്ട ഒരു അവസ്ഥ വരും. വാണ്ടഡ്ലി കരുതിക്കൂട്ടി നമ്മൾ ആരെങ്കിലുമൊക്കെ ഒരു PR അറ്റാക്കോ കരുതിക്കൂട്ടി നമ്മൾ അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഡിഫെൻഡ് ചെയ്യാം. അല്ലാത്ത പക്ഷെ നമ്മളെ ഭാഗത്തുനിന്ന് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെന്ത് ചെയ്യുക, അതുകൊണ്ട് സെൽഫായിട്ട് ഓക്കെ അത് സമ്മതിച്ചു കൊടുക്കുക, പിന്നെ കാര്യങ്ങൾ തിരുത്തുക, മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി നമ്മളെ വ്യൂവർഷിപ്പ് നമ്മളൊപ്പം, നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ വെറുക്കുന്നവരും നമ്മളൊപ്പം കാണും. ഞാൻ പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഈ 8 ലക്ഷത്തിൽ ചില്ലറ ആൾക്കാരുണ്ട്, ഇതെല്ലാം എന്നെ ഇഷ്ടപ്പെടുന്നവരും ഞാൻ ഒരിക്കലും പറയില്ല. ഇതിൽ മെജോറിറ്റി ഇഷ്ടപ്പെടാത്തവരും കാണും, ഇഷ്ടപ്പെടുന്നവരും കാണും. ഒരു മെജോറിറ്റി ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും. അതായത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളുണ്ടാവും. മനസ്സിലായോ? അതിന് എന്തെങ്കിലും കിട്ടുമോ, ഇവനൊന്ന് കാണിച്ചു കൊടുക്കണം. ശരിക്കും അവരൊക്കെ നമ്മളെ ഗ്രോത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മല്ലു ട്രാവലർ വളർന്നു വന്നത് ഈ സോഷ്യൽ മീഡിയ എന്നാണ്. സോഷ്യൽ മീഡിയയാണ് മല്ലു ട്രാവലർ ആക്കിയത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അന്ന് എന്തുണ്ടെങ്കിലും മല്ലു അവിടെ വന്ന് പറയുമായിരുന്നു, അത് സംസാരിക്കുമായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു എവിടേക്കോ മല്ലുവിന് സോഷ്യൽ മീഡിയ വളർന്നു വന്ന സ്ഥലം പോരാന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ കേസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഇതെങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു രണ്ടാമതുള്ളൊരു കണക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടായിരിക്കണം ആൾ കുറച്ചൊന്ന് ഡൗൺ ആയി പോയത്. ഓക്കെ, അതിൻ്റെ സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസ്, ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത് കണ്ടീഷൻ മോശമായപ്പോൾ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഈ ഇന്നലെ തൊപ്പി ചിന്തിച്ച് പറഞ്ഞ പോലെ നിങ്ങളിത് ഭയങ്കര സംഭവമായിട്ട് അയ്യോ ഇയാൾക്ക് എന്തോ ഭീകരം മാരകം ഇത്രയും പറഞ്ഞ ആളാണെങ്കിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് തന്നെ ഹെൽപ്പ് ചോദിക്കും. മനസ്സിലായോ? വ്യൂവേഴ്സിൻ്റെ അടുത്തും പേഴ്സണലി അറിയാവുന്നവരുടെ അടുത്തൊക്കെ തന്നെ ഹെൽപ്പ് ചോദിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെയേ ഉള്ളൂ. നമ്മുടെ ചുറ്റുപാടും നമുക്ക് ഏറ്റവും കൂടുതൽ ആക്സസിബിലിറ്റി ഉള്ളത് അങ്ങനെയല്ലേ. നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനോടോ ഉള്ള ആൾക്കാരോടൊക്കെ ചോദിക്കാം, തുറന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പോൾ ഇതാണ് വിഷയം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലി അറിയാൻ കഴിഞ്ഞത് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ ആണ്. ഇറ്റ് ടേക്സ് ടൈം, റിക്കവറി സ്റ്റേജാണ്, വിൽ കം ബാക്ക്. ഓക്കെ, അതിനിടയിൽ കൂടി വേറെ ആരും പഴയ പോസ്റ്റുകളും പഴയ സ്റ്റോറികളും പഴയ വീഡിയോസൊക്കെ എടുത്തു കൊടുന്ന് വെച്ച് അതിനകത്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നതോ അങ്ങനെ കിടക്കുന്നതൊക്കെ എടുത്തു കൊടുന്ന് വെച്ചിട്ട് തൊപ്പി പറഞ്ഞതും കൂടി വെച്ച് ഇയാൾ എന്തോ ചെയ്തു അല്ലെങ്കിൽ എന്തോ സംഭവിച്ചു ഒന്നും പറയാതിരിക്കും. കാരണം ഇത് കാണുമ്പോൾ പിന്നെയും മൂപ്പർക്ക് അത് സീനായിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ ശത്രുവാണെങ്കിലും മിത്രമാണെന്നുണ്ടെങ്കിലും അയാൾ ഏറ്റവും വീക്കായിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പരിഗണന കൊടുക്കുക. ഓക്കെ, നാളെ നിങ്ങൾക്കും ആ പരിഗണന ചിലപ്പോൾ കിട്ടും.